ജീവിതം മുഴുവൻ ഉയർപ്പിൻ്റെ ആഘോഷമാക്കാൻ ഏത് വലിയ പ്രതിസന്ധികൾക്ക് മുകളിലും നമ്മെ ശിരസ്സുയർത്തി നിർത്തുന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനശക്തി സ്വന്തമാക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് നമുക്ക് ഉത്ഥാന രഹസ്യം നൽകുന്ന പ്രത്യാശയാണ്. 1 കൊരിന്ത്യർക്ക് ലേഖനം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലൻ ആദിമസഭയ്ക്ക് നൽകിയ വലിയ സാക്ഷ്യമാണ് ആദ്യ വാചകങ്ങളിൽ നാം കാണുന്നത്. അവിടുന്ന് ഉയർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരശില യേശുവിൻ്റെ ഉയർപ്പാണ്. ആ ഉയർപ്പിൻ്റെ ആഘോഷമാണ് നമ്മുടെ ജീവിതം മുഴുവനും. ആരാണ് യേശുവിൻ്റെ ഉത്ഥാനം ആദ്യമായി അനുഭവിച്ചത്? ആർക്കാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്? അത് അപ്പോസ്തലന്മാരിൽ പ്രമുഖനായ പത്രോസ് ലീഹയ്ക്ക് അല്ല, താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന യോഹന്നാനും അല്ല. അത് മഗ്ദലേന മറിയത്തിനായിരുന്നു. മഗ്ദലേന മറിയം യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൾ യേശുവിനെ അന്വേഷിച്ച് അതിരാവിലെ കല്ലറങ്കലേക്ക് പോകുകയാണ്. അവൾക്കാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് തടസ്സമായി യഹൂദർ പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ യേശുവിനെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്നാൽ ഈ കള്ളസാക്ഷ്യം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. യേശുവിൻ്റെ ഉത്ഥാനം ഒരു കള്ളപ്രചരണമായിരുന്നുവെങ്കിൽ അപ്പോസ്തലന്മാരിൽ ഒരാൾ, അല്ലെങ്കിൽ പത്രോസ് ലീഹയ്ക്ക് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് സുവിശേഷത്തിൽ എഴുതി ചേർക്കാമായിരുന്നല്ലോ, പ്രസംഗിക്കാമായിരുന്നല്ലോ. എന്നാൽ ഇതൊന്നുമല്ല പ്രസംഗിക്കപ്പെട്ടത്. കാരണം ധീരതയോടെ എല്ലാ എതിർപ്പുകളെയും തകർത്തുകൊണ്ട് അവർ പ്രസംഗിച്ചത് ഉത്ഥാനത്തെക്കുറിച്ചുള്ള അവരുടെ ആഴമായ ബോധ്യമാണ്, വ്യക്തിപരമായ അനുഭവവുമാണ്. ശൂന്യമായ ഒരു കല്ലറ അവിടെ നിലനിൽക്കുന്നു. യേശു ഉത്ഥാനം ചെയ്തുവെന്ന് ശക്തിയോടുകൂടി പ്രഘോഷിക്കുമ്പോൾ ആ കല്ലറ പരിശോധിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ. ആദ്യ കാലഘട്ടത്തിലെ യഹൂദർ ഈ അപ്പോസ്തലന്മാർ പറയുന്നത് സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി കല്ലറ പരിശോധിച്ചിട്ടുണ്ടാകും. അവരാരും അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അനേകമായിരങ്ങൾ ആ കല്ലറയെങ്കിൽ തടിച്ചുകൂടുന്നു. എത്രയോ വലിയ ശക്തിയാണ് അതിലൂടെ ലഭിക്കുന്നത്. ഉത്ഥാനത്തിൽ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ആ വിശ്വാസം യേശുവിനെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത പൗലോസ് അപ്പോസ്തലൻ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ സഭയെ എതിർത്ത വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. യേശു ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന കള്ളപ്രചരണത്തിൽ ഒരു തരിയെങ്കിലും സത്യമുണ്ടെങ്കിൽ ധീഷണശാലിയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിസ്റ്റിക്കുമായ പൗലോസ് അപ്പോസ്തലൻ അത് പ്രചരിപ്പിക്കുമായിരുന്നല്ലോ. ആ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാവും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്നു പറയുമായിരുന്നോ? യേശുവിൻ്റെ ഉത്ഥാനം ഒരു അനുഭവമായി യേശു തന്നെ പൗലോസ് അപ്പോസ്തലനെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ബോധ്യമാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പോസ്തലനെ ശക്തിപ്പെടുത്തിയത്. ഞാൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുരിശിൽ ഞാൻ അഭിമാനിക്കും, മറ്റെവിടെയും അഭിമാനിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തീഷ്ണതയോടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ അപ്പോസ്തലന് സാധിച്ചത് ഈ ക്രിസ്തു അനുഭവത്തിലൂടെയാണ്. ഇത്തരത്തിൽ അവിടുത്തെ ഉത്ഥാനത്തെ സംബന്ധിച്ച് ധാരാളം തെളിവുകൾ നിരത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഇതുതന്നെയാണ്. അനുദിന ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മിൽ ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്, തോൽവികളില്ലാത്തത്? എന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. ഇന്നത്തെ താൽക്കാലിക തിരിച്ചടികൾ നാളെ ഉത്ഥാനത്തിലേക്ക് നമ്മെ നയിക്കാനുള്ള പ്രത്യാശ നമ്മിൽ സൂക്ഷിച്ചാൽ നാം എന്നും സന്തോഷമുള്ളവരായിരിക്കും. ഉത്ഥാനുഭവം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ഫിലിപ്പി 4:4 ഹൃദയത്തിൽ ഓർക്കുക, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ.
ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എപ്പോഴും ഉണ്ടാകും. എന്നാൽ നമുക്ക് സന്തോഷമുണ്ടോ? ഉത്ഥാനത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഉത്ഥാനാനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇത്. അവിടുന്ന് അത് മഗ്ദല മറിയത്തിന് നൽകി. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, ദിവസങ്ങളിൽ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അവിടുന്ന് അത് നമുക്കും നൽകും. മഗ്ദല മറിയത്തിന് ലഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നല്ലോ അപ്പസ്തലന്മാർക്ക് ലഭിച്ച അനുഭവം. അവർ ഭയവിഹുലരായ കതകടച്ചിരിക്കെ സമാധാനം നൽകിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഈശോ കടന്നു വന്നു. തിരുമുറിവുകളിലെ ഉത്ഥാന ശോഭ കാണിച്ചു കൊടുത്തപ്പോൾ പീഡകൾ അതിൽ തന്നെ അവസാനിക്കുന്നവയല്ല, ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നവയാണെന്ന മഹത്വത്തിൻ്റെ സന്ദേശം നൽകുകയായിരുന്നു അവിടുന്ന്. എമാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. കർത്താവ് നമ്മോടുകൂടെയുണ്ട്. മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മലരാര്യത്തിൽ ഞാൻ നിന്നെ കണ്ടെത്തി. വാരിപ്പുണർന്ന് താൽപര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ചിറക് വിരിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ ചിറക് നമുക്കായി അവിടുന്ന് വിരിക്കും. ഈ ഉത്ഥാനുഭവം അനുദിന ജീവിതത്തിൽ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, കാത്തിരിക്കുകയും ചെയ്യാം. ദിവസവും അരമണിക്കൂറെങ്കിലും വചനം വായിക്കുന്നതിനായി കണ്ടെത്തിയാൽ ആ വചനത്തിലൂടെ ഉത്ഥാനുഭവം കർത്താവ് നമുക്ക് നൽകും. എത്ര തിരക്കാണെങ്കിലും ദിവ്യബലിയിൽ ദിവസവും മുടങ്ങാതെ പങ്കെടുക്കാൻ സാധിച്ചാൽ ഉത്ഥാനുഭവം സ്വന്തമാക്കാൻ അത് മുഖാന്തിരമാകും. ജപമാല കൃത്യതയോടെ ചൊല്ലിയാൽ അതിലൂടെയും ഉത്ഥാനുഭവം ലഭ്യമാകും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.